നിങ്ങൾക്കറിയാമോ എന്തിനു വേണ്ടിയിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിട്ടുള്ളതെന്ന്? അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത് ഏകദേശം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. അതായത് 1888 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു പണി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്തിൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വരൾച്ചയായിരുന്നു. അതായത് കുടിക്കാനോ അവർക്ക് കൃഷി ചെയ്യാനോ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിരുന്ന ബ്രിട്ടീഷ് സൈനിക എഞ്ചിനീയർ ആയിരുന്ന ജോൺ പെനിക്കിക് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ബ്രിട്ടീഷുകാരിലേക്ക് ഈ ഒരു പദ്ധതി അവതരിപ്പിക്കുകയും അവിടെ ഒരു ഡാം നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അതായത് അവിടെ വറ്റി വരണ്ട് കിടന്നിരുന്ന ഒരു നദിയായിരുന്നു വൈഗ. ആ വൈഗ നദിയിലേക്ക് വെള്ളം എത്തിക്കുകയും അവിടെ ഒരു ഭിത്തി സ്ഥാപിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല രീതിക്ക് പണിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഒരു പ്രളയം ഉണ്ടാകുകയും ആ ഒരു പണി പൂർണ്ണമായിട്ടും തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ ഈ ഒരു ഫണ്ട് തരുന്നത് നിർത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നല്ല രീതിക്ക് പണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വത്തുക്കൾ എല്ലാം വിറ്റ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തി ഈ പണി പുനരാരംഭിക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ പണിയുടെ ഇടയ്ക്ക് തന്നെ ഒത്തിരിയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വീണ്ടും ഉണ്ടായി. അതായത് കാട്ടിനുള്ളിൽ വെച്ചിട്ടാണ് ഈ ഒരു പണിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ ഉപദ്രവം വളരെയധികം രൂക്ഷമായിരുന്നു. അതായത് പ്രധാനമായിട്ടും ആനയുടെയും കടുവയുടെയും ശല്യമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ലാതെ കാട്ടിനുള്ളിൽ നിന്നും പലതരത്തിലുള്ള രോഗങ്ങളും മനുഷ്യർക്ക് പിടിപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഈ പണി നിർത്താനായിട്ട് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റായിട്ട് തന്നെ ഈ പണി ചെയ്യുകയും ഈ ഒരു ഡാമിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു.